ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു പാത്രം ചോറുമായിട്ട് വന്നിരിക്കുവാണ്. ഒരു പാത്രം ചോറെന്ന് പറയുമ്പോൾ ഇത് ബസ്മതി റൈസ്. എന്തിനായിരിക്കും ഇത്രയും ചോറ്? അപ്പോൾ ഇന്നത്തെ പ്ലാൻ പറയാം. അതായത് ഞാൻ നിങ്ങളോട് അതായത് ഇപ്പോൾ സ്കൂൾസൊന്നും ഇല്ല, അത് സത്യമാണ്, ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. എങ്കിൽ പോലും ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന 4 ടൈപ്പ് ഓഫ് റൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ അതിന് ചോറുണ്ടെങ്കിൽ ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടെല്ലാം. അതായത് നമ്മൾ ബസ്മതി റൈസ് ആ ലാസ്റ്റ് മിനിറ്റ് രാവിലെ തന്നെ ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. തണുത്ത ചോറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളിപ്പോൾ കുറച്ച് റൈസ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2-3 കപ്പ് അരി വേവിച്ച് ഊറ്റി നല്ല ഉണങ്ങി, അതായത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഈർപ്പത്തോടു കൂടി വെക്കരുത്, നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഏത് ടൈപ്പ് ഓഫ് റൈസ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 3-4 ടൈപ്പ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ റൈസ് ഇവിടെ ഇരിക്കട്ടെ, എല്ലാം കൂടി ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് റൈസ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ക്യാരറ്റ് ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാം ഒരു റൈസ് ഐറ്റം. ഒരു ക്യാരറ്റിനെ, വലിയ ക്യാരറ്റായിരുന്നു, ഗ്രേറ്റ് ചെയ്തെടുത്തത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അരിയിൽ ഞാൻ കാണിക്കുന്നില്ല, കാര്യം പെട്ടെന്ന് കാണിക്കാനാണ് പ്ലാൻ. അപ്പോൾ കൂടുതലും നിങ്ങൾ ക്ലോസിലായിരിക്കും കാര്യങ്ങൾ കാണുന്നത്. തുടങ്ങിയാലോ? അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാളയുണ്ട്, പിന്നെ ഇതാ വെളുത്തുള്ളിയുണ്ട്. ഇനി തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ നല്ല പാത്രമാണ്, ചൂടായിട്ടുള്ള പാത്രമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാത്രമാണ്. എല്ലാവരുടെയും ഇതില്ലാന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട, നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാത്രമായാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഈവൻ ഇറ്റാലിയം, പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചീനിച്ചട്ടിയൊക്കെ ഇല്ല, അതിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എണ്ണയ്ക്ക് പകരം വെണ്ണ അല്ലെങ്കിൽ നെയ്യിൽ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ വെണ്ണ ആയിരിക്കും ഏറ്റവും ആപ്റ്റ്. നോക്കിക്കോളൂ, ഒരു 50 ഗ്രാം വെണ്ണ. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ വെണ്ണ, നെയ്യ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ് അവരുടെ ഹെൽത്തിന്. ഇത് കുട്ടികൾക്കെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നെങ്കിലും വലിയവർക്കും കൊണ്ടുപോകാം കേട്ടോ. ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു റൈസ് ഐറ്റം. 50 ഗ്രാംസ് ബട്ടർ. അപ്പോൾ വെണ്ണ ഉരുക്കി ഇനി ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ വെണ്ണയും വെളുത്തുള്ളിയും കൂടി ആകുമ്പോൾ നല്ലൊരു മണം വരും. ഓക്കെ, ആഹാ, ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന പോലെ ആകുന്നവരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ സവാള. ഇത് ഒരു ചെറിയ സവാളയുടെ പകുതി. കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്. ഒരല്പം ഉപ്പ്. ഈ ക്യാരറ്റിനും ഇതിനെല്ലാം ആവശ്യമുള്ള ഉപ്പ്. ചോറ് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അത് കാരണം ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് വഴറ്റാം. ഇതൊക്കെ ഒന്ന് വാടട്ടെ. ഇപ്പോൾ ക്യാരറ്റ് എല്ലാം വാടി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് 2 കപ്പ്. ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. 2 കപ്പ് മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ധാരാളമായിട്ട് നമ്മൾ ക്യാരറ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ക്യാരറ്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാം. ബീറ്റാ കെറാറ്റിൻ്റെ ഒക്കെ അംശം ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻ എ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്, പിന്നെ സ്കിന്നിന് നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ, അതായത് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇല്ലാതെ ആകാം, പക്ഷേ വലിയവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അതും ഓപ്ഷണലാണ്, പക്ഷേ ഒരു ബാലൻസിങ്ങിന് നല്ലതാണ്. ഒരു ഹൈ ഹീറ്റിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല ചൂടിൽ. അത് തണുത്ത ചോറല്ലേ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഹീറ്റ് കയറണം, ചൂട്. ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർക്കാം. റൈസിൽ ഉപ്പുള്ളത് കൊണ്ട് വേണ്ടി വരില്ല. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവൊക്കെ ഇഷ്ടത്തിന് ക്രമീകരിക്കാം. ഒരല്പം മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ആകാം. മതി, ഇത്രേ ആവശ്യമുള്ളൂ. ഇത് ഓഫ് ചെയ്യുന്നു, കഴിഞ്ഞു. സോ ഫാസ്റ്റ് ആൻഡ് സോ ഈസി. അപ്പോൾ ആദ്യത്തെ ടിഫിൻ ബോക്സ് റൈസ് റെഡി. അപ്പോൾ ഇത് ക്യാരറ്റ് ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം. ക്യാരറ്റ് റൈസ് എന്ന് വെറുതെ പറയേണ്ട, ഒരു ഫ്രൈഡ് റൈസ് ഇരിക്കട്ടെ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തല്ലേ എടുക്കുന്നത്.
നല്ല ചൂടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ ന്യൂട്രിറ്റീവായിട്ടുള്ളൊരു ലഞ്ച് ഐറ്റം ആയിരിക്കും, വലിയവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും. ഇത് ഞാനിപ്പോൾ തൽക്കാലം ഈ ബൗളിലേക്ക് മാറ്റി വരും. അപ്പോൾ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ധാരാളം. 2 കപ്പ് റൈസിലാണ് ഞാൻ ചെയ്തത്. ഒരു ടിഫിൻ ബോക്സ് എന്ന് പറയാൻ ഇത് ധാരാളം മതിയാകും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് റൈസ്. അപ്പോൾ ക്യാബേജും ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോംബോ ആണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പെർഫെക്റ്റ്. നോക്കിയാലോ. അപ്പോൾ ക്യാബേജ് റൈസ് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ. ഈ എണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും ആകാം. എണ്ണ ചൂടായിട്ട് 1 ടീസ്പൂൺ കടുക്, എന്നിട്ട് അതൊന്ന് പൊട്ടട്ടെ. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും. വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഞാൻ ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓക്കെ, ക്യാബേജ് ആയതുകൊണ്ട് ഇഞ്ചി ചേർക്കും. നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, നല്ല മണം. ഇതും ചെറുതായി ഒന്ന് വാടട്ടെ. അപ്പോൾ ഇഞ്ചി ഒന്ന് വാടി കളർ മാറാൻ തുടങ്ങുന്ന സമയം ഇതുപോലെ ഒരു സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി, ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഒരുപാട് ചെറുതായിട്ടല്ല, നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ ആ ഒരു സ്റ്റൈലിൽ അരിഞ്ഞാൽ മതി. ഫൈൻലി ചോപ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ രീതിയിൽ 1 കപ്പ് ക്യാബേജ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് വാടിക്കഴിഞ്ഞാൽ തന്നെ പകുതി കുക്കായി. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയാൽ മതി. ഓക്കെ, കണ്ടില്ലേ അതിൻ്റെ കളറെല്ലാം നല്ല ഗ്ലേസിങ്. ആഹാ, നല്ല മണം. ഇനി നമ്മൾ ക്യാബേജിന് ആവശ്യമുള്ള ഉപ്പ് ഒരല്പം ചേർക്കാം. റൈസിന് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടാണ് ചോറ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിനാവശ്യം വരില്ല. ക്യാബേജ് ഇത് ഏതാണ്ടൊക്കെ റെഡിയായി എന്ന് തന്നെ പറയാം. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, തീ ഒരല്പം കുറയ്ക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി, വലിയവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. അത് 1/4 എന്നുള്ളത് 1/2 വരെ ആകാം, നമ്മളുടെ ഇഷ്ടം. മുളക് പൊടിയും 1/2 എന്നുള്ളത് 1 ടീസ്പൂൺ വരെ ആകാം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എത്രയാണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം, ഒരു 3/4 ടീസ്പൂൺ ആയിക്കോട്ടെ. അതിൻ്റെ പച്ചച്ചുവ മാറിയാൽ മാത്രം മതി. ചൂട് പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തീ കുറച്ചിട്ടിരിക്കുകയാണിപ്പോൾ. ഒരു 2 കപ്പ് ചോറ്, വേവിച്ച ചോറ്, ബസ്മതി റൈസിൻ്റെ. നല്ലൊരു മിക്സി. ഇനി തീ അല്പം കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗരം മസാലയുടെയൊക്കെ മണം കിട്ടുന്ന അത്രയും ആവശ്യത്തിന് കൊടുക്കുക. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഇടാം പൊടി. നല്ല ഒരു ഹൈ ഹീറ്റിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില, അത് ആവശ്യമെങ്കിൽ മാത്രം. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നു. പിന്നെ മാത്രമല്ല നല്ലതുമാണ് ഹെൽത്തിന്. ഗ്രീൻസ് മല്ലിയിലയൊക്കെ നല്ലതാണ്. ഓക്കെ, ചേർത്ത് കഴിഞ്ഞു. നല്ല ഹീറ്റ് കയറി നല്ല ചൂടായിട്ട് മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഓക്കെ, എടുക്കാതെ ഹാവിയെല്ലാം നന്നായിട്ട് വരുന്ന പോലെ ചൂടാക്കി സ്റ്റർ ഫ്രൈ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോകുന്നു. അപ്പോൾ ഇത് കറക്റ്റ് 2 കപ്പ് റൈസിലാണ് ചെയ്തത്. അപ്പോൾ ഒരു ടിഫിൻ ബോക്സിൽ നിറയാൻ ധാരാളം മതിയാകും. അപ്പോൾ ഒരാൾക്കുള്ള ഭക്ഷണം. അപ്പോൾ 2 റൈസ് കഴിഞ്ഞു. ഇനി 3ാമത്തെ റൈസ്. ഞാൻ കൂടുതൽ കത്തിയൊന്നും വയ്ക്കുന്നില്ല. ഇനി 3rd റൈസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വ്യത്യസ്തമായ വ്യത്യാസം ഉണ്ടാവും നല്ല സ്വാദിൻ്റെ കാര്യത്തിൽ. പിന്നെ ഈ 3rd വൺ ഈസ് ഗ്രീൻ പീസ് റൈസ്. ഓക്കെ, പച്ച എന്താ പറയുക, ഗ്രീൻ പീസ്. ഇത് ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. ഫ്രഷ്
ഗ്രീൻ പീസ് എന്നിങ്ങനെ പാക്കറ്റിൽ അത് വാങ്ങിയാൽ ഏറ്റവും നല്ലത്. അത് കാര്യം ഓൾറെഡി കുക്ക്ഡാണ്, അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വേവിച്ച ഗ്രീൻ പീസ് റെഡിയാക്കി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഉപയോഗിക്കാം. ഇത് 1 കപ്പ്, ഒരു ബൗൾ നിറച്ചെടുക്കുന്നു 1 കപ്പ്. എല്ലാം ഞാൻ 2 കപ്പ് റൈസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ടിഫിൻ ബോക്സിന് ആവശ്യമുള്ള അത്രയും. ഇച്ചിരിയുടെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ മുളക് പൊടിയുടെ അളവ്, അങ്ങനത്തെ കാര്യമൊക്കെ ഞാൻ വളരെ പിടിച്ചാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൈലിൽ, ഇനി വലിയവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നമ്മൾ നെയ്യിലാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്ക്ക് പകരം എണ്ണയിലും ചെയ്യാം, പക്ഷേ ഇത് നെയ്യാണ് എണ്ണയെക്കാട്ടിലും സത്യം പറഞ്ഞാൽ ഹെൽത്തി, ടേസ്റ്റും ഗംഭീരമായിരിക്കും. ആദ്യം 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നെയ്യിൽ നല്ല ജീരകം നല്ല മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്ലേവറാണ് നമുക്ക് ഈ റൈസിന് കിട്ടുന്നത്. അപ്പോൾ നല്ല ജീരകം ഇങ്ങനെ ചെറുതായി പൊട്ടി തുടങ്ങുന്നു. ഇത് നമ്മൾക്ക് ശരിക്കും തോരൻ അങ്ങനത്തെ അവിയലിലൊക്കെ അരയ്ക്കുന്ന സാധാരണ ജീരകം. ഓക്കെ, ഇനി വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ പച്ചമുളക്, ഒരു ചെറിയ പച്ചമുളക്. ഇതിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിയാൽ ചെറുതായി കളറും മാറാൻ തുടങ്ങുന്നു. ഇതിലേക്ക് സവാള, ഇതും ഒരു ചെറിയ സവാളയുടെ പകുതി. ഇനി ഇതിലേക്ക് നമ്മളുടെ ഗ്രീൻ പീസ്, 1 കപ്പ് ഗ്രീൻ പീസ്. ഇപ്പോൾ ഗ്രീൻ പീസിന് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കഴിയും. അത് ഓൾറെഡി പ്രീ കുക്ക്ഡാണ്, നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ്. ഈ ഗ്രീൻ പീസിലും നന്നായിട്ട് ആവി കയറി കഴിഞ്ഞു. ഇനി നമ്മൾ റൈസ്, വേവിച്ച ചോറ് 2 കപ്പ്. ഞാനിപ്പോൾ ഗ്രീൻ പീസിൻ്റെ അളവെല്ലാം കൂടുതലാണ്, എല്ലാത്തിലും വെജിറ്റബിൾസിൻ്റെ അളവ് ഞാൻ കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. 2 കപ്പ് റൈസിന് ഏകദേശം 1 കപ്പോളം ഗ്രീൻ പീസ്. കാര്യം അതിൻ്റെ ഗുണവും കൂടി നമ്മൾക്ക് കിട്ടാനാണ്. ആ ഗ്രീൻ പീസ് കൂടുതൽ ചേർത്താൽ അതിൻ്റെ ഒരു ന്യൂട്രിറ്റീവ് ഫാക്ടേഴ്സും കൂടി നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. റൈസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലായിട്ട്. അപ്പോൾ ഏകദേശം റൈസിനോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, ഒരു 1/4 ടീസ്പൂൺ ആകാം. ഒരൽപ്പം 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം, പേരിന് വേണ്ടി. ഓക്കെ, അത് ഓപ്ഷണലാണ്. മധുരം ഈ പഞ്ചസാര മധുരിക്കാൻ വേണ്ടിയല്ല, ഒരു ബാലൻസിങ്, ഒരു ടേസ്റ്റ് മേക്കർ പോലെയാണ് ചേർക്കുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഒരൽപ്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. പിന്നെ തീ കൂട്ടി വെച്ചിരിക്കുകയാണ്, നല്ല ഹൈ ഹീറ്റിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം, ഇത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ 1/2 കപ്പ് ഗ്രീൻ പീസിലും ചെയ്യാം, പക്ഷേ 1 കപ്പ് അത്രയും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണമുണ്ടാകും. മല്ലിയിലയും ചേർക്കും. നന്നായിട്ട് ആവി വരുന്നൊരു ഒരു പാകമായി കഴിയും. നല്ല ഹൈ ഹീറ്റ്, നല്ലതായിട്ട് സ്റ്റർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ പീസൊക്കെ പിള്ളേർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് കാരണം അവർക്ക് ആ റൈസ് കഴിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇനി നാലാമത്തെ റൈസ് എന്താണെന്നല്ലേ, ക്യാപ്സിക്കം റൈസ്. ക്യാപ്സിക്കവും വളരെ വളരെ നല്ലതാണ്. ഗ്രീൻസാണ് നമ്മളുടെ ശരീരത്തിന്, കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും വലിയവർക്കാണെങ്കിലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊരു റൈസ്. സാധാരണ നമ്മൾ ക്യാപ്സിക്കം കൂടുതലും ഫ്രൈഡ് റൈസിലൊക്കെ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ വെണ്ണയിൽ ചെയ്യാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെണ്ണ എടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 50 ഗ്രാം വരെ ആകാം. ഇതിൽ നമ്മൾ ഹോൾ സ്പൈസസ് ആണ് ചേർക്കാൻ പോണത്. ഒരു 2 കഷ്ണം പട്ട, അതുപോലെ 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പു. അപ്പോൾ ഇതിൻ്റെ ഒരു മണം ഈ ബട്ടറിൽ കയറും. നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മസാല ഫ്ലേവർ വരും സ്പൈസസിൻ്റെ. ഇപ്പം നല്ലൊരു മണം നമ്മുടെ ഗരം മസാല ഐറ്റത്തിൻ്റെ ഹോൾ സ്പൈസസിന്. ഇനി ഗാർലിക്, വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതുപോലെ
ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഏകദേശം 1 ടീസ്പൂൺ, ഒരു ചെറിയ പച്ചമുളക്. ഇത്രയും കാര്യങ്ങൾ ചേർക്കുന്നു. ഓക്കെ, വ്യത്യസ്തമായ ഫ്ലേവർ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടട്ടെ. അത്ര സമയം ആവശ്യമുള്ളൂ. ഇത് വാടാൻ എത്ര സമയം എടുക്കുന്നോ അത്രയും. അപ്പോൾ എല്ലാം ഒന്ന് വാടി കളറൊക്കെ ചെറുതായി ഒന്ന് മാറാൻ തുടങ്ങുന്ന ഈ ഒരു സമയം ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ ഹാഫ്. ഞാൻ ഭയങ്കര ഫൈനലി ചോപ്ഡായിട്ട് ചെയ്തിട്ടില്ല, ഇച്ചിരി കൂടെ കാണുന്ന രീതിയിലുള്ള പീസസ് ആയിട്ടാണ് മുറിച്ചത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയാൽ മാത്രം മതി, മൂക്കൊന്നും വേണ്ട, കളറ് മാറുന്ന ആവശ്യമൊന്നുമില്ല. ഓക്കെ, സവാള വാടി തുടങ്ങി. ഇനി ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആയാലും മതി. ഏകദേശം ഒരു 1/2 കപ്പ് എന്ന് പറയാം. അതും ഇഷ്ടത്തിന് ചേർക്കാം. അരാന്നുള്ളത് 1 കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പച്ച കളർ മാറാത്ത രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം, ഒരല്പം. ഇപ്പോഴത്തെ ക്യാപ്സിക്കമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, ഒന്ന് വാടി എന്ന് തുടങ്ങി, കളറ് മാറണ്ട. ഇനി ഇതിലേക്ക് റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൽ നിന്നും 2 കപ്പ് എടുക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര, അതായത് 1 നുള്ള് പഞ്ചസാര. പിന്നെന്താ, ഇനി ഒരല്പം ഇതിലൊരു സ്പെഷ്യലായിട്ട് 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കുന്നു. അത് 1/2 ടീസ്പൂൺ നാരങ്ങാനീര് മാത്രം. ഇനി എന്താണ്, മല്ലിയില ഇച്ചിരി കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. നാല് വ്യത്യസ്തമായ ഫ്ലേവേഴ്സിൽ 4 ഈസി ആയിട്ടുള്ള റൈസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു, പല ടൈപ്പ് ഓഫ് ഫ്രൈഡ് റൈസസ്. ഓക്കെ, ഇതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണ്ടേ? ഇതെല്ലാം തന്നെ ഭയങ്കര ന്യൂട്രിറ്റീവാണ്, ആരോഗ്യത്തിന് നല്ലത്, എല്ലാവർക്കും ഇഷ്ടമാവും, ടേസ്റ്റി ഓൾസോ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇത് ക്യാരറ്റ് റൈസ്, ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ചെറിയൊരു യെല്ലോ കളർ, ആ ക്യാരറ്റിൻ്റെ കളറാണ്. കുറച്ച് ക്യാരറ്റിൻ്റെ ഒരു മധുരം ഇങ്ങനെ കയറി നിൽക്കും, അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. വലിയവർക്ക് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ എല്ലാത്തിലും ഞാൻ വെജിറ്റബിൾസ് കൂടുതലാണ് ചേർത്തിരിക്കുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മളുടെ ഗ്രീൻ പീസ്, അത് വേറൊരു ടേസ്റ്റാണ്, എന്താണ് ഡിഫറെൻറ്റ്, ഇച്ചിരി കൂടെ സ്പൈസി. പച്ചമുളകിന് അത്യാവശ്യം ഇതുണ്ടായിരുന്നു തോന്നുന്നു. ആ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ആഹാ, ഒരു നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ വിത്ത് ദി ഗ്രീൻ പീസ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് ക്യാബേജ്. ഇത് കുറച്ചുകൂടി സ്പൈസി, ക്യാബേജ് അടിപൊളി. ആൻഡ് ദ ലാസ്റ്റ്, ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തതിൻ്റെ വേറെ അറിയാം, ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഒക്കെ കഴിച്ചാൽ എത്ര നല്ല അറിയോ അദ്ദേഹത്തിന്. എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്ലേവർ. ക്യാപ്സിക്കത്തിൻ്റെ പ്രത്യേക ടേസ്റ്റാണല്ലോ, ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് കിട്ടും. അപ്പം 4 വ്യത്യസ്ത ഫ്ലേവറാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 4 ദിവസം ടിഫിനിൽ ഓരോ ദിവസവും ഓരോന്ന് ട്രൈ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു അമ്മയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ് കുറച്ച് റൈസ് മാത്രം വേവിച്ച് വയ്ക്കുക. ഇത് രാവിലെ എന്താ പറയുക, പെട്ടെന്ന് വിത്തിൻ 10 മിനിറ്റ്സ് റെഡിയാക്കി ടിഫിനിലാക്കി വേണമെങ്കിൽ ഹസ്ബൻഡിന് കൊടുത്തേക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കാം, സ്വന്തം ആവശ്യത്തിനും ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു ഫീഡ്ബാക്ക് തരിക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഫ്രണ്ട്സിനും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളാണ് അല്ലേ, പക്ഷേ ഇത് ഞാൻ മനസ്സിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.